ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് വുമൺ ഇൻ ദ ഫൈറ്റ് ഫോർ ഫ്രീഡം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ഇന്ത്യ റിയാലിറ്റീസ്, വുമൺ ഇൻ ദ റിവോൾട്ട് ഓഫ് 1857. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. ഫസ്റ്റ് വരുന്നത് റാണി ലക്ഷ്മിബായിയെ കുറിച്ചാണ്. റാണി ലക്ഷ്മിബായി 1842 ഝാൻസിയിലെ മഹാരാജാവായ രാജ ഗംഗാധർ റാവു നവൽക്കറെ വിവാഹം കഴിച്ചു. ഇവര് മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ടു. ഝാൻസിയുടെ രാജ്ഞിയായി മാറി. അവരുടെ വിവാഹശേഷം 1851 അവർ ദാമോദർ റാവുവിന് ഒരു മകനെ പ്രസവിച്ചു. എന്നിരുന്നാലും കുട്ടിക്ക് ഏകദേശം 4 മാസം പ്രായമുള്ളപ്പോൾ കുട്ടി മരിച്ചുപോയി. അവരുടെ മകന്റെ മരണശേഷം ഝാൻസിയിലെ രാജയും റാണിയും ഗംഗാധർ റാവുവിന്റെ ബന്ധുവിന്റെ മകനായ ആനന്ദ് റാവുവിനെ ദത്തെടുത്തു. എന്നിരുന്നാലും ഝാൻസിയിലെ രാജാവ് തന്റെ മകന്റെ മരണത്തിൽ നിന്ന് ഒരിക്കലും കരകയറിയില്ലെന്നും 1853 അദ്ദേഹം മരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ആനന്ദ് റാവുവിനെ ദത്തെടുത്തതിനാൽ സിംഹാസനം കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഡൽഹൌസി പ്രഭു ഝാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അതായത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ഒരു രാജാവ് പിന്തുടർച്ചാവകാശം ഇല്ലാതെ മരണപ്പെട്ടാൽ ആ പ്രദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കണമായിരുന്നു. ഈ ഒരു നിയമപ്രകാരം ഡൽഹൌസി ആ ഒരു പ്രദേശത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. 1854 മാർച്ചിൽ അവർക്ക് 60,000 രൂപ പെൻഷൻ നൽകുകയും കൊട്ടാരവും ഝാൻസി കോട്ടയും വിട്ടുപോകാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ 1858 മാർച്ച് 23 ഝാൻസിയെ ഉപരോധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അവർ ശക്തമായിട്ട് പോരാടി. ലക്ഷ്മിബായിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. 3 നഗരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. 3 ദിവസത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് നഗരമതിലുകൾ ഭേദിച്ച് അവരുടെ പ്രദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ലക്ഷ്മിബായി തന്റെ മകനോടൊപ്പം രാത്രിയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു. താന്തിയ തോപ്പി ഉൾപ്പെടെയുള്ള മറ്റ് വിമത സേനയിൽ ചേർന്നു. റാണിയും താന്തിയ തോപ്പിയും ഗ്വാളിയോറിലേക്ക് നീങ്ങി. അവിടെ സൈന്യം വിമത സേനയെ ഉപേക്ഷിച്ചപ്പോൾ ഗ്വാളിയോർ മഹാരാജാവിന്റെ സൈന്യത്തെ സംയുക്ത വിമത സേന പരാജയപ്പെടുത്തി. തുടർന്ന് ഗ്വാളിയോറിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കോട്ട അവർ കൈവശപ്പെടുത്തി. എന്നിരുന്നാലും 1858 ജൂൺ 17 ഗ്വാളിയോറിലെ ഫുൽബാഗ് പ്രദേശത്തിന് സമീപം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നതിനിടെ റാണി ലക്ഷ്മിബായി അന്തരിച്ചു. റാണി അവന്തിബായിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ കാലഘട്ടം 1831 1858 ഇടയിലാണ്. 1831 അവന്തിബായി ജനിച്ചത്. രാംഗഡ് സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ സിംഗ് ഭാര്യ അവന്തിബായിയെ ഉപേക്ഷിച്ച് സിംഹാസനത്തിന് അവകാശമില്ലാതെ മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ സംസ്ഥാനം കോടതി ഭരണത്തിന് കീഴിലാക്കി. അവന്തിബായി തന്റെ ഭൂമി ബ്രിട്ടീഷുകാരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് പ്രതിജ്ഞയെടുത്തു. 1857 അവർ 4000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ ഉയർത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വയം നയിച്ചു. ഘോരമായ യുദ്ധം ഉറപ്പാക്കി. അവന്തിബായി ഏറ്റവും ധീരമായി പൊരുതിയെങ്കിലും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മികച്ച ശക്തിക്കെതിരെ അധികം നാൾ പിടിച്ചു നിൽക്കാനായില്ല. അവരുടെ തോൽവി ആസന്നമായപ്പോൾ അവർ സ്വന്തം വാളുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവരെ പരാജയപ്പെടുത്തുവാൻ ബ്രിട്ടീഷ് സൈന്യത്തിന് കഴിഞ്ഞില്ല. ഇനി ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ചാണ് പറയാനുള്ളത്. 1856 ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയ അവധിലെ നവാബ് വാജിദ് അലി ഷായുടെ ഭാര്യ അവധില് കലാപക്കൊടി ഉയർത്തുന്നതിൽ അവിസ്മരണീയമായ പങ്കുവഹിച്ചു. അവർ തന്റെ 11 വയസ്സുള്ള മകൻ ബിർജിസ് ഖാദറിന് വേണ്ടി വളരെ ജ്ഞാനത്തോടു കൂടി ഭരിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ലക്നൌവിലെ റെസിഡൻസിക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇവർ നേതൃത്വം നൽകി. ലക്നൌവിന്റെ പതനത്തിന് ശേഷം അവർ ഷാജഹാൻപൂരിലെ മൗലവി അഹമ്മദുള്ളയുമായി ചേർന്നു. പക്ഷെ പരാജയപ്പെട്ടു. നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്ത പെൻഷൻ സ്വീകരിക്കാൻ അവർ വിസമ്മതിക്കുകയും നേപ്പാളിൽ വെച്ച് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സാന്താൾ ബിൽ ആൻഡ് മുണ്ട വുമൺ ഇൻ ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ. അതായത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സാന്താൾ ബിൽ മുണ്ട സ്ത്രീകളുടെ പങ്ക് എന്താണെന്നാണ് പറയാനുള്ളത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ആദിവാസി സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രപ്രസ്ഥാനങ്ങൾ അണിനിരന്നു.
ഇടവിട്ടുള്ള ഗോത്രപ്രസ്ഥാനങ്ങളുടെ ഒരു പരമ്പര ബ്രിട്ടീഷ് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഈ ഗോത്രപ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായത് സാന്താൾ, ബിൽ, മുണ്ടസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. മുഖ്യധാര സംസ്കാരവുമായുള്ള ബന്ധമുണ്ടായിരുന്നിട്ടും ഗോത്രങ്ങൾ അവരുടെ സംസ്കാരം തന്ത്രപരമായിട്ട് സൂക്ഷിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂമി റവന്യൂ നയം ആദിവാസികൾക്കിടയിൽ അതൃപ്തിയുടെ വിത്തുപാകി. പരമ്പരാഗതമായി അവരുടെ പ്രദേശത്തെ ഭൂമി ഗോത്രങ്ങളുടേതാണ്. ഇത് മുഴുവൻ ഗോത്രവർഗക്കാരുടെ ഉടമസ്ഥയിലായിരുന്നു. ഗോത്രവർഗക്കാർക്കിടയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഒരു പ്രശ്നവുമില്ല. അവർ മാറി മാറി കൃഷി ചെയ്യുകയും പുറത്തുനിന്നുള്ളവരുടെ ശല്യമില്ലാതെ സ്വന്തം കൃഷിരീതി പിന്തുടരുകയും ചെയ്തു. വനങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്താതെ ആദിവാസികളും വനം ഉപജീവനമാർഗമായിട്ട് ഉപയോഗിച്ചു. ബ്രിട്ടീഷുകാർ ആദിവാസികളുടെ സമ്പത്തിൽ കണ്ണുവയ്ക്കുന്നത് വരെ ഗോത്രങ്ങളുടെ ഈ ഒറ്റപ്പെട്ട അസ്തിത്വം തുടർന്നിരുന്നു. ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സമ്പ്രദായം ആദിവാസി ഭൂമിയിൽ ജമീന്ദാർമാരെ കൊണ്ടുവന്നു. പണമിടപാടുകളും ഭൂവുടമകളുമായ ഒരു ഗോത്രവർഗക്കാരല്ലാത്ത വിദേശികള് പൊതുവെ ഡിക്കസ് എന്ന് വിളിക്കപ്പെടുന്ന ആദിവാസി ഭൂമി സ്ഥിരമായിട്ട് അന്യാധീനപ്പെട്ടു. ഈ ദിക്കുകള് ഗോത്രങ്ങൾക്ക് ഇതുവരെ അറിയപ്പെടാത്ത ഭൂമി വാടക ചുമതപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ കീഴിൽ ദിക്കുകളുടെ പ്രവേശനത്തെ ചെറുക്കാനും ഭൂമി സംരക്ഷിക്കാനും ഇടയ്ക്കിടെ ശ്രമങ്ങൾ നടന്നു. സാന്താളുകളുടെ കാര്യത്തിൽ 1872 തന്നെ കലാപം നടന്നു. ഗോത്രവർഗക്കാരല്ലാതെ ആരെയും ആദിവാസി ഭൂമി സ്വന്തമാക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു നിയന്ത്രണം അവർ പാസാക്കി. ഇത് കൃത്യമായി നടപ്പാക്കിയില്ല. ഈ നിയമം നടപ്പിലാക്കുന്നതിന് സാന്താളുകൾക്ക് സർക്കാർ വരുമ്പോൾ കാണിക്കാൻ കഴിയുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ആവശ്യമാണ്. എന്നാൽ അത്തരം പേപ്പറുകളുടെ പ്രാധാന്യം സാന്താളുകൾക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒരിക്കലും പേപ്പറുകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ നിയമങ്ങൾ പഞ്ചായത്തുകൾ ഭരിക്കുന്ന അലിഖിത കോഡുകളാണ്. അത്തരം നിയമങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേയൊരു ആളുകൾക്ക് പേപ്പറുകൾ എവിടെ നിന്ന് ലഭിക്കുമെന്നും എപ്പോൾ അവ അവതരിപ്പിക്കണമെന്നും അവർക്ക് അറിയില്ലായിരുന്നു. നിരപരാധികളായ ആദിവാസി സ്ത്രീകളെ പുറത്തുള്ളവരെ പീഡിപ്പിച്ചു. ചൂഷണത്തിനെതിരെ ഗോത്രങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ ദിക്കുകൾക്കും ബ്രിട്ടീഷുകാർക്കുമെതിരായ പോരാട്ടത്തിൽ ഗോത്രവർഗ സ്ത്രീകൾ അണിനിരന്നു. ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വോൺ ഫൈറ്റേഴ്സ്. കൊളോണിയൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ബ്രിട്ടീഷുകാർ കർക്കശമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഘോഷയാത്രകളിലെ പുരുഷന്മാരെ പോലെ അവരെയും മർദ്ദിച്ചു. നിരവധി സ്ത്രീകൾ തടവിലാക്കപ്പെട്ടു. നിരവധി പേർ പരിക്കുകളോടെ മരണത്തിന് കീഴടങ്ങി. നിർഭാഗ്യവാന്മാരായ ഇന്ത്യൻ സ്ത്രീകളുടെ അവസാന കോട്ടയെന്ന് ബ്രിട്ടീഷുകാർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ അവർ അവരെ നിഷ്കരുണം അടിച്ചമർത്തി. എമിനന്റ് ഫോളോവേഴ്സ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പ്രമുഖ അനുയായികളായിരുന്നവർ ആരൊക്കെയായിരുന്നു? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സരോജിനി നായിഡു ആണ്. 1879 മുതൽ 1949 വരെയാണ് അവരുടെ കാലഘട്ടം. ഹൈദരാബാദിൽ ജനിച്ച അവര് അഘോരനാഥ് ചിത്രോപാധ്യയുടെയും ബരാദ സുന്ദരിയുടെയും 8 മക്കളിലെ മൂത്തവളായിരുന്നു. 12-ാം വയസ്സിൽ മദ്രാസ് പ്രസിഡൻസിയിൽ ഒന്നാമതെത്തി അവൾ മെട്രിക്കുലേഷൻ പാസ്സായി. അവർ ലണ്ടനിൽ ഉന്നത പഠനം നടത്തി. അവര് ഒരു നല്ല കവയിത്രിയായിരുന്നു. അവരുടെ പ്രോമുകൾക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിലെ മികച്ച അവലോകനങ്ങൾ ലഭിച്ചു. അവർ ഇന്ത്യയുടെ നൈറ്റിംഗേൽ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഹൈദരാബാദ് നിസാമിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഗോവിന്ദരാജുലു നായിഡുവിനെ വിവാഹം കഴിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലായിരുന്നു സരോജിനി നായിഡു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ഗാന്ധിയുടെയും സ്വാധീനത്തിൽ അവർ വളർന്നു. അവിടെ എല്ലാ ഊർജവും കഴിവുകളും രാജ്യത്തിന്റെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കാൻ ഗോഖലെ അവരെ ഉപദേശിച്ചു. അവര് കവിത എഴുതുന്നത് ഉപേക്ഷിച്ചു. സ്ത്രീ വിമോചനം, വിദ്യാഭ്യാസം, ഹിന്ദു മുസ്ലിം ഐക്യം തുടങ്ങിയ കാര്യങ്ങൾക്കായി അവർ സ്വയം സമർപ്പിച്ചു. അവർ ഗാന്ധിജിയുടെ അനുയായിയായി തീർന്നു. അദ്ദേഹത്തോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ എപ്പോഴൊക്കെ പണ്ഡിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യക്തിത്വമായിട്ട് അവർ മാറി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അവർ തുറന്നടിച്ചു. 1917 മുതൽ 1919 വരെയുള്ള കാലഘട്ടം സരോജിനിയുടെ കരിയറിലെ ഏറ്റവും ചലനാത്മകമായ ഘട്ടമായിരുന്നു. ഈ സമയത്ത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ, ഖിലാഫത്ത് പ്രശ്നം, ക്രൂരമായ റൗലറ്റ് നിയമം, സത്യാഗ്രഹം എന്നിവയ്ക്കായി അവർ പ്രചാരണം നടത്തി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അവരെ ഒരു വിശ്വസ്തയായ ലെഫ്റ്റനന്റ് ആണെന്ന് തെളിയിച്ചു. വളരെ ധൈര്യത്തോടെ അവർ കലാപകാരികളെ അമർച്ച ചെയ്തു. വിലക്കപ്പെട്ട സാഹിത്യങ്ങൾ വിറ്റു. അമൃത്സറിലെ ജാലിയൻവാലാബാഗിലെ ക്യാമേജിലെ യോഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രസംഗിച്ചു. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ദഹർസാന സാൾട്ട് വർക്കുകൾ,
റെയ്ഡ് ചെയ്യാൻ 2000 സന്നദ്ധ പ്രവർത്തകരെ ഒരുക്കിയിരുന്നു. എന്നാൽ പോലീസ് അവരെ പിന്തുടർന്നു. തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ ബ്രിട്ടീഷ് പോലീസ് ഓഫീസറുടെ കൈ തട്ടിമാറ്റി. തടവിലാക്കപ്പെടുന്നതിന് മുമ്പ് അവൾ തടവിലാക്കപ്പെട്ട മുള്ളുകമ്പി സ്റ്റോക്കിലേക്ക് അഭിമാനത്തോടെ മാർച്ച് ചെയ്തപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ആഹ്ലാദിച്ചു. 1925 കാൺപൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് അവർ മാറി. അവരുടെ സാന്നിധ്യം നൂറുകണക്കിന് സ്ത്രീകൾക്ക് ചേരാനുള്ള മുഖ്യ സൂചനയായിരുന്നു. ഒടുവിൽ ഉപ്പുണ്ടാക്കുക മാത്രമല്ല, ചന്തകളിൽ പരസ്യമായി ഇരുന്ന് വിൽക്കുകയും അത് വാങ്ങുകയും ചെയ്ത നിരവധി സ്ത്രീകൾ ഉപ്പ് പ്രതിഷേധം വിജയിപ്പിച്ചു. അവർ പലതവണ ജയിലിൽ പോയി. സ്വാതന്ത്ര്യാനന്തരം UP ഗവർണറായി ചുമതലയേറ്റ അവര് 1949 അധികാരത്തിലിരിക്കെ മരിക്കുകയാണ് ചെയ്തത്. ഇനി കസ്തൂർബ ഗാന്ധിയെ കുറിച്ചാണ് പറയാനുള്ളത്. മഹാത്മാഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ ഭർത്താവിനൊപ്പം ചേരുകയും വർഷങ്ങളോളം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. വനിതാ സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു അവര്. ഇൻഡിഗോയുടെ കാര്യത്തിൽ അവര് ഭർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ബീഹാറിലെ ചമ്പാരനിലെ തൊഴിലാളികളും ഗുജറാത്തിലെ കൈറയിലെ നികുതിരഹിത ക്യാമ്പയിനും ഇതിലെല്ലാം തന്നെ ഇവരുടെ സാന്നിധ്യം പ്രകടമാണ്. മദ്യവും വിദേശ തുണിക്കടകളും പാക്കറ്റിംഗ് നടത്തിയതിനും 1939 രാജ്കോട്ട് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനും അവർ 2 തവണ അറസ്റ്റിലായി. 1939 രാജ്കോട്ട് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനും അവർ 2 തവണ അറസ്റ്റിലായി. പോർബന്തറിലെ ഗോകുൽദാസ് മുഖർജിയുടെ മകനായിട്ട് ജനിച്ച കസ്തൂർബ ക്രമീകരണത്തിലൂടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വിവാഹം കഴിച്ചു. ഇരുവർക്കും 13 വയസ്സായിരുന്നു. ആ സമയത്ത് അവർ നിരക്ഷരരായിരുന്നു. അതിനാൽ അക്കാലത്തെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥാനം കണക്കിലെടുത്ത് സമൂലമായ നീക്കങ്ങൾ നടത്താനും വായിക്കാനും ഗാന്ധിജി അവരെ പഠിപ്പിച്ചു. 1888 ഗാന്ധി ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോൾ നവജാതനായ ഹരിലാലിനെ വളർത്തുന്നതിനായി അവർ ഇന്ത്യയിൽ തുടർന്നു. അവർക്ക് മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നീ 3 ആൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. 1906 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ദമ്പതികൾ ബ്രഹ്മചാരികളായി ഭർത്താവിനോടൊപ്പം നിന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആശയങ്ങളെ എല്ലായ്പ്പോഴും അംഗീകരിച്ചില്ല. തന്റെ കാഴ്ചപ്പാടുകൾ കാണാനും അതിനോട് യോജിക്കാനും അവരെ പ്രേരിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. കസ്തൂർബ അഗാധമായ മതവിശ്വാസിയായിരുന്നു. ഭർത്താവിനെ പോലെ എല്ലാ ജാതി മത ഭേദങ്ങളും ഉപേക്ഷിച്ച് ആശ്രമങ്ങളിൽ താമസിച്ചു. കസ്തൂർബ പലപ്പോഴും രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ ഭർത്താവിനൊപ്പം ചേർന്നു. 1897 അവർ ഭർത്താവിനൊപ്പം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. 1904 മുതൽ 14 വരെ അവർ ഡാർബനിനടുത്തുള്ള ഫീനിക്സ് സെറ്റിൽമെന്റിൽ സജീവമായിരുന്നു. 1913 ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെ പ്രതിഷേധത്തിനിടെ കസ്തൂർബയെ അറസ്റ്റ് ചെയ്യുകയും 3 മാസത്തെ കഠിനമായ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ സ്ഥാനം ഏറ്റെടുത്തു. 1915 ഇൻഡിഗോ പ്ലാന്റർമാരെ സഹായിക്കാൻ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ കസ്തൂർബയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശുചിത്വം, അച്ചടക്കം, വായന, എഴുത്ത് എന്നിവ പഠിപ്പിച്ചു. കസ്തൂർബയ്ക്ക് വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ അറസ്റ്റും ആശ്രമ ജീവിതവും മൂലമുള്ള സമ്മർദ്ദം അവരെ രോഗാവസ്ഥയിലാക്കി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് 1944 ഫെബ്രുവരി 22 കഠിനമായ ഹൃദയാഘാതത്തെ തുടർന്ന് അവർ മരിച്ചു. ഇരുവരും ജയിലിൽ കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ കൈകളിൽ അവർ മരിച്ചു. ഇനി കമല നെഹ്റുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. 1899 മുതൽ 1936 വരെയാണ് അവരുടെ കാലഘട്ടം. കമല നെഹ്റു ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു, യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. അലഹബാദിലെ മദ്യത്തിന്റെയും വിദേശ തുണിക്കടകളുടെയും പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകി. യുണൈറ്റഡ് പ്രവിശ്യകളിൽ നോ ടാക്സ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൽ അവരൊരു പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയായിരുന്നു അവര്. കൂടുതൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നെഹ്റുമാർക്കിടയിൽ അവർക്ക് തോന്നിയിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ നെഹ്റുവിന്റെ പങ്കാളിത്തത്തോടെയാണ് അവർ മുൻനിരയിലേക്ക് വന്നത്. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അവർ അലഹബാദില് സ്ത്രീകളുടെ സംഘങ്ങൾ സംഘടിപ്പിക്കുകയും വിദേശ തുണികളും മദ്യവും വിൽക്കുന്ന കടകളിൽ പിക്കറ്റ് നടത്തുകയും ചെയ്തു. 1917 അവൾ ഇന്ദിരാ പ്രിയദർശിനി എന്ന മകൾക്ക് ജന്മം നൽകി. ട്യൂബർകുലോസിസ് ബാധിച്ച് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അവർ അന്തരിച്ചു. അവരുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഗാന്ധിയുടെ ആശ്രമത്തിൽ ചെലവഴിക്കുകയും പ്രഭാവതി ദേവി, അതായത് ജയപ്രകാശ് നാരായണന്റെ ഭാര്യയായിട്ടുള്ള പ്രഭാവതി ദേവിയുമായിട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്തു.
ഇനി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞയും രാഷ്ട്രീയക്കാരിയുമായിരുന്നു. 1921 അവർ രഞ്ജിത് സിതാറാം പണ്ഡിറ്റിനെ വിവാഹം കഴിച്ചു. അദ്ദേഹം 1944 ജനുവരി 14 അന്തരിച്ചു. ക്യാബിനറ്റ് പദവി വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു അവർ. 1937 അവർ യുണൈറ്റഡ് പ്രവിശ്യകളുടെ പ്രവിശ്യ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും തദ്ദേശ സ്വയംഭരണ പൊതുജനാരോഗ്യ മന്ത്രിയായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്തു. അവർ 1939 വരെയും പിന്നീട് 1946 മുതൽ 47 വരെയും തുടർന്നു. 1946 യുണൈറ്റഡ് പ്രവിശ്യകളിൽ നിന്ന് അവർ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രി പദവി വഹിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായിരുന്നു അവർ. 1932, 41, 42 വർഷങ്ങളിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് അവർ 3 തവണ തടവിലാക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം അവർ രാജ്യത്തെ സേവിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയായിരുന്നു അവർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സരോജിനി നായിഡുവിൽ ആകൃഷ്ടയായി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചു. 1932 അവരെ അറസ്റ്റ് ചെയ്യുകയും 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 1940 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അവർ അറസ്റ്റിലായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവെന്ന നിലയിൽ US-ലെ ഹോട്ട് സ്പ്രിംഗിൽ നടന്ന പസഫിക് റിലേഷൻസ് കോൺഫറൻസിൽ അവർ പങ്കെടുത്തു. UN-ൽ വെച്ച് ആദ്യമായിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് നടന്നപ്പോൾ അവരും അതിലുണ്ടായിരുന്നു. ധാരാളം പൊതുപ്രഭാഷണങ്ങളിലൂടെ അവരവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള ബ്രിട്ടീഷ് ആധിപത്യമുള്ള പ്രതികളുടെ അവകാശത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് അവർ നയതന്ത്ര സേവനങ്ങളിൽ പ്രവേശിക്കുകയും നിരവധി രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസഡറായി മാറുകയും ചെയ്തു. 1947 മുതൽ 1949 വരെ സോവിയറ്റ് യൂണിയൻ, 1949 മുതൽ 1951 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോയും, 1955 മുതൽ 61 വരെ അയർലൻഡിനും, 1946 68 ഇടയിൽ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയും അവർ നയിച്ചിട്ടുണ്ട്. 1983 അവർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് മാറി. ഇന്ത്യയിൽ അവർ 1962 മുതൽ 64 വരെ മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അവർ തൻ്റെ സഹോദരൻ്റെ മുൻ മണ്ഡലമായിട്ടുള്ള ഫുൽപൂരിൽ നിന്ന് ഇന്ത്യൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 മുതൽ 1968 വരെ അവർ ആ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവരുടെ അനന്തരവള് ഇന്ദിരാഗാന്ധിയുടെ കടുത്ത വിമർശകനായിരുന്നു. 1966 ഗാന്ധി പ്രധാനമന്ത്രിയായി. അവർ തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് അവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ശേഷം അവർ ഹിമാലയൻ താഴ്വരയിലെ ഡൂൺ താഴ്വരയിലെ ഡെറാഡൂണിലേക്ക് മാറി. 1979 UN മനുഷ്യാവകാശ കമ്മീഷനിലെ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അവർ നിയമിതയായി. അതിനുശേഷം അവർ പൊതുജീവിതത്തിൽ നിന്ന് വിരമിച്ചു. അവരുടെ രചനകളിലെ ദി എവല്യൂഷൻ ഓഫ് ഇന്ത്യ, ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ്, എ പേഴ്സണൽ മെമ്മോയർ എന്നിവ ഉൾപ്പെടുന്നു. പിന്നീട് ഡെറാഡൂണിലെ അമ്മയുടെ വീട്ടിൽ അവർ താമസമാക്കി. അവരുടെ മകള് നയൻതാര സഹ്ഗൽ ഒരു അറിയപ്പെടുന്ന നോവലിസ്റ്റാണ്. ഇനി നമുക്ക് സുജേത കൃപലാനിയെ കുറിച്ചാണ് പറയാനുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൽ സുജേത കൃപലാനിയുടെ സംഭാവനയും എടുത്തു പറയേണ്ടതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് അവർ ജയിൽവാസം അനുഭവിച്ചു. 1946 ഭരണഘടനാ അസംബ്ലി അംഗമായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1958 മുതൽ 60 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും 1960 മുതൽ 67 വരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അഭിമാനം നൽകിയ അപൂർവ ധീരതയും സ്വഭാവമുള്ള വ്യക്തിയാണ് ഇവര്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളിൽ സുജേത കൃപലാനിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ: ഹരിയാനയിലെ അംബാലയിൽ ഒരു ബംഗാളി കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അവരുടെ അച്ഛൻ SN ഒരു സർക്കാർ ഡോക്ടറാണെങ്കിലും മജുംദാർ ഒരു ദേശീയവാദിയായിരുന്നു. ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ കോളേജിലും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും വിദ്യാഭ്യാസം നേടിയ അവർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി മാറി. 1936 അവർ സോഷ്യലിസ്റ്റ് ആചാര്യ കൃപലാനിയെ വിവാഹം കഴിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സമകാലികരായിരുന്ന അരുണ അസഫ് അലി, ഉഷാ മേത്ത എന്നിവരെ പോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അവർ മുൻനിരയിലെത്തി. പിന്നീട് വിഭജന കലാപ സമയത്ത് മഹാത്മാഗാന്ധിയുമായി അടുത്ത് പ്രവർത്തിച്ചു. 1946 അവർ അദ്ദേഹത്തോടൊപ്പം നൊഖാലിയിലെത്തി.
ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായ അവര് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ ഉന്നത സമിതിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ചാർട്ടർ രൂപീകരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ച ഉപസമിതിയുടെ ഭാഗമായി അവർ മാറി. 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ അസംബ്ലിയുടെ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ അവർ വന്ദേ മാതരം ആലപിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷവും അവർ UPയിലെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. 1952 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവര് ചെറുകിട വ്യവസായ സഹമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു. 1962 കാൺപൂരിൽ നിന്ന് UP അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 1962 ക്യാബിനറ്റിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 1963 അവർ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി. ഏതൊരു ഇന്ത്യൻ സംസ്ഥാനത്തെയും ആ സംസ്ഥാനം വഹിക്കുന്ന ആദ്യ വനിത ഒരു സംസ്ഥാന ജീവനക്കാരുടെ പണിമുടക്ക് ശക്തമായി കൈകാര്യം ചെയ്തതാണ് അവരുടെ ഭരണകാലത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. 62 ദിവസം തുടർച്ചയായി സംസ്ഥാന ജീവനക്കാർ നടത്തിയ ആദ്യത്തെ സമരം അവരുടെ ഭരണകാലത്താണ് നടന്നത്. ജീവനക്കാരുടെ നേതാക്കൾ ഒത്തുതീർപ്പിന് സമ്മതിച്ചപ്പോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. ഒരു സോഷ്യലിസ്റ്റ് ഭാര്യയാണെങ്കിലും ശമ്പള വർധനയ്ക്കുള്ള അവരുടെ ആവശ്യം നിരസിച്ചുകൊണ്ട് കൃപലാനി ഒരു ഉറച്ച ഭരണാധികാരി എന്ന നിലയിൽ അവരുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. 1971 രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അവര് 1974 മരിക്കുന്നത് വരെ ഏകാന്തതയിൽ തുടർന്നു. വളരെ സജീവമായ ഒരു അംഗമായിരുന്നു അവര്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയായിരുന്നു അവര്.